വെൽക്കം ടു ട്യൂട്ടി ടൂട്ട്. 2024 ഫെബ്രുവരി 21 നടന്ന SSC GD എക്സാമിൻ്റെ ഷിഫ്റ്റ് 3ലെ മാത്തമാറ്റിക്സ് പാർട്ടിലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദി മാർക്ക്ഡ് പ്രൈസ് ഓഫ് എ ചെയർ ഈസ് 10% മോർ ദാൻ ഇറ്റ്സ് കോസ്റ്റ് പ്രൈസ്. ഇഫ് ദി ചെയർ ഈസ് സോൾഡ് ഫോർ ₹132 ആഫ്റ്റർ എ ഡിസ്കൗണ്ട് ഓഫ് ₹11, then what will be the profit percentage? ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് മാർക്കറ്റ് പ്രൈസ് കോസ്റ്റ് പ്രൈസിനേക്കാളും 10% കൂടുതലാണ്. അതായത് കോസ്റ്റ് പ്രൈസ് 100 ആണെങ്കിൽ മാർക്കറ്റ് പ്രൈസ് 110 ആയിരിക്കും. പിന്നെ എന്താ, ഇഫ് ദി ചെയർ ഈസ് സോൾഡ് ഫോർ ₹132 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് സെല്ലിംഗ് പ്രൈസ് എത്രയാണ്? 132 ആണ്. ആഫ്റ്റർ എ ഡിസ്കൗണ്ട് ഓഫ് ₹11, ആഫ്റ്റർ എ ഡിസ്കൗണ്ട് ഓഫ് ₹11 എന്ന് പറയുമ്പം മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 132 പ്ലസ് 11 143. ദെൻ വാട്ട് വിൽ ബി ദി പ്രോഫിറ്റ് പെർസെൻറ്റേജ്? ഇതാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താണ്? ആദ്യം കോസ്റ്റ് പ്രൈസ് കണ്ടുപിടിക്കണം. മാർക്ക് പ്രൈസ് എത്ര തന്നിട്ടുണ്ട്? 143 എന്ന് തന്നിട്ടുണ്ട് അല്ലേ? അങ്ങനെയാണെങ്കിൽ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 100 പാർട്സ് ആണ്. 100 പാർട്സ് എന്ന് പറയുമ്പം 110 പാർട്സ് ആണ്. എത്ര? 143. അങ്ങനെയാണെങ്കിൽ 100 പാർട്സ് എന്ന് പറയുന്നത് 143 ഡിവൈഡഡ് ബൈ 110 ഇൻറ്റു 100 ആണ് വരിക. നമുക്ക് കോസ്റ്റ് പ്രൈസ് എത്ര കിട്ടും? 130 എന്ന് കിട്ടും. അപ്പോൾ കോസ്റ്റ് പ്രൈസ് 130 കിട്ടി, സെല്ലിംഗ് പ്രൈസ് 132 ആണ്. അങ്ങനെയാണെങ്കിൽ പ്രോഫിറ്റ് പെർസെൻറ്റേജ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ് 2 അല്ലേ, ഡിവൈഡ് ബൈ കോസ്റ്റ് പ്രൈസ്. കോസ്റ്റ് പ്രൈസ് എത്രയാണ്? 130 ഇൻറ്റു 100. അതായത് 20/13 എന്ന് കിട്ടും. 20/13 നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ 1.53 എന്ന് കിട്ടും. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ വരിക. അടുത്ത ക്വസ്റ്റ്യൻ. എ മിക്സ്ചർ കണ്ടെയ്ൻസ് ആസിഡ് ആൻഡ് വാട്ടർ ഇൻ ദ റേഷ്യോ ഓഫ് 7:4. ഇഫ് 2 liters of water is added to it, then the ratio of acid and water becomes 7:5. What is the quantity of acid in the mixture? ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആസിഡിൻ്റെയും വാട്ടറിൻ്റെയും റേഷ്യോ എത്രയാണെന്ന് തന്നിട്ടുണ്ട്. ആദ്യം തന്നിരിക്കുന്ന റേഷ്യോ 7:4 ആണെന്ന് തന്നിട്ടുണ്ട്. അതിന് നമ്മൾ 2 ലിറ്റർ വാട്ടർ ആഡ് ചെയ്യാണ്. വാട്ടർ മാത്രമേ അവിടെ ആഡ് ചെയ്യുന്നുള്ളൂ, ആസിഡ് അങ്ങനെ തന്നെയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ റേഷ്യോ എങ്ങനെ മാറുന്നുണ്ട്? 7:5 എന്നായിട്ട് മാറുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എത്ര ക്വാണ്ടിറ്റി ഓഫ് ആസിഡാണ് ഈ മിക്സ്ചറിലുള്ളതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഇവിടെ ആസിഡിൻ്റെ റേഷ്യോയിൽ ഒരു ചേഞ്ചും വരുന്നില്ല. വാട്ടർ ആഡ് ചെയ്യുന്ന സമയത്ത് ഇവിടെ 4 എന്നുള്ളത് എന്തായി? 5 ആയി മാറി. അതായത് 1 പാർട്ട് അല്ലെങ്കിൽ 1 യൂണിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 2 ലിറ്റർ ആണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ആസിഡ് എത്ര ക്വാണ്ടിറ്റി ഉണ്ട് എന്നാ. ആസിഡിൻ്റെ റേഷ്യോ 7 ആണ് വരുന്നത്. അപ്പോൾ 7 × 2 ആണ് വരിക. എത്രയാണ് വരിക? 14 ലിറ്റർ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ വരിക. അടുത്ത ക്വസ്റ്റ്യൻ. The compound interest compounding half yearly received on ₹1,000 for 2 years is ₹464.1. What is the rate of interest per annum? ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഒരു സം ഉണ്ട്. സം എത്രയാണ് തന്നിരിക്കുന്നത്? പ്രിൻസിപ്പൽ എമൗണ്ട് എത്ര തന്നിരിക്കുന്നത്? പ്രിൻസിപ്പൽ എമൗണ്ട് 1000 എന്ന് തന്നിട്ടുണ്ട്. 2 കൊല്ലം കഴിഞ്ഞപ്പം 464 രൂപ, 4.1 രൂപ കൂടിക്കഴിഞ്ഞാൽ എമൗണ്ട് എത്ര വരും? 1464.1. 464.1 കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടി എന്നാണ് പറയുന്നത്. അപ്പോൾ കോമ്പൗണ്ടിങ് ഹാഫ് ഇയർലി ആണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പെർ ആനം ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഹാഫ് ഇയർലി കോമ്പൗണ്ടിങ് ചെയ്യുന്ന സമയത്ത് R എന്ന് പറയുന്നത്, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് R എന്ന് പറയുന്നത് എന്തായി മാറും? R/2 ആയി മാറും. നമ്പർ ഓഫ് ഇയേഴ്സ് എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? 2n ആയിട്ട് മാറും. അപ്പം ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 2 ഇയേഴ്സ് ആണ് അല്ലേ? അപ്പോൾ നമ്പർ ഓഫ് ഇയേഴ്സ് എത്രയാവും? 4 ഇയേഴ്സ് ആയിട്ട് മാറുകയാണ് ചെയ്യാം. ഇവിടെ നമുക്ക് ഈ
0.1 എന്നുള്ള ഈ സ്ഥാനം മാറ്റാൻ വേണ്ടി നമുക്ക് രണ്ട് സൈഡിൽ എന്ത് ചെയ്യാം, 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പം 1000:14641 എന്ന് കിട്ടും. 10,000 14,641 എന്നാണ് കിട്ടുക. 10:4. ഈ 14,641 എന്ന് പറയുന്നത് 11:4 ആണ്. അങ്ങനെയാണെങ്കിൽ 10 എന്ന് ഇവിടെ എന്താവുക ചെയ്യുന്നത്, പ്രിൻസിപ്പൽ എമൗണ്ട് 10 എന്ന് എന്താവുന്നു, 11 ആവുന്നു. അതായത് ഒരു യൂണിറ്റ്, ഒരു പാർട്ടാണ് കൂടുന്നത്. അപ്പോൾ 10ൻ്റെ എത്ര പാർട്ടാണ് ഒന്നെന്ന് നോക്കിയാൽ മതി. 10ൻ്റെ എത്ര ശതമാനമാണ് ഒന്ന്, 10%. 10% വരിക. അതായത് 1/10 × 100, അതായത് 10%. ഇവിടെ നമുക്ക് കിട്ടുന്നത് എന്താണെന്ന് പറഞ്ഞിട്ട് R/2 ആണ് എത്ര വരുന്നത്, 10% എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ R എന്ന് പറയുന്നത് എത്രയായിരിക്കും, 20% ആയിരിക്കും. 2 × 10 ആയിരിക്കും. അപ്പോൾ ഇവിടെ ആൻസർ ഓപ്ഷൻ എ ആണ്, 20%. അടുത്ത ക്വസ്റ്റ്യൻ, ദി ഡിഫറൻസ് ബിറ്റ്വീൻ കോസ്റ്റ് പ്രൈസ് ആൻഡ് സെല്ലിംഗ് പ്രൈസ് ഓഫ് എൻ ആർട്ടിക്കിൾ ഈസ് ₹120. ഇഫ് പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഈസ് 10%, then what is the selling price? കോസ്റ്റ് പ്രൈസും സെല്ലിംഗ് പ്രൈസും തമ്മിലുള്ള ഡിഫറൻസ് 120 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ പ്രോഫിറ്റ് പെർസെൻറ്റേജ് 10% ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കോസ്റ്റ് പ്രൈസ് 100 ആണെങ്കിൽ സെല്ലിംഗ് പ്രൈസ് 10% പ്രോഫിറ്റ് ആണെങ്കിൽ 10% പ്രോഫിറ്റ് പെർസെൻറ്റേജ് ആണെങ്കിൽ സെല്ലിംഗ് പ്രൈസ് എന്തായിരിക്കും, 110 ആയിരിക്കും. ഇവിടെ പറഞ്ഞിരിക്കുന്നത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ്, അതായത് 10 ആണ് ഡിഫറൻസ്. അതാണ് എത്രയെന്ന് പറഞ്ഞിരിക്കുന്നത്, 120 എന്ന് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് സെല്ലിംഗ് പ്രൈസ് കാണാനാണ്. ഇവിടെ 10 എന്ന് പറയുന്നത് 120 ആണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ട 110 പാർട്സ് അല്ലേ, 10 പാർട്സ് ആണ് 120. അങ്ങനെയാണെങ്കിൽ 110 പാർട്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും, 120 ÷ 10 × 11. സോറി 11 അല്ല, ഇവിടെ 110 വരും കേട്ടോ. ഇവിടെ 110 വരുന്നുണ്ട്. അപ്പം 12 × 110 എന്നാണ് വരിക. അപ്പോൾ എത്രയാണ് വരിക, 1320 എന്ന് ആൻസർ കിട്ടും. ഇവിടെ നമ്മൾ 110 പാർട്സ് ആണ് 120. അപ്പം 110 പാർട്സ് കണ്ടുപിടിക്കണം. അപ്പോൾ എന്ത് ചെയ്യുക, 120/10 × 110 ചെയ്യണം. അപ്പോൾ 1320. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ. 27% of a number exceeds 13% of the same number by 56. What is the value of the number? ഒരു നമ്പറിൻ്റെ 27%ഉം 13%ഉം തമ്മിലുള്ള ഡിഫറൻസ് ആണ് 56 എന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് 27% ഓഫ് നമ്പർ എക്സീഡ്സ് 13% ഓഫ് സെയിം നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടിൻ്റെ ഡിഫറൻസ്. അതായത് 27 - 13 എത്രയാണ് വരിക, 14% എന്ന് പറയുന്നതാണ് നമുക്ക് എത്ര കിട്ടിയിരിക്കുന്നത്, 56 എന്ന് കിട്ടിയിരിക്കുന്നത്. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് നമ്പർ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും, 100% ആയിരിക്കും ആ നമ്പർ. 100% ഇവിടെ കണ്ടുപിടിച്ചാൽ പോരെ. അപ്പോൾ 56/14 × 100 ചെയ്യാം. 56/14 എന്ന് പറഞ്ഞാൽ 4 കിട്ടും. 400 ആണ് ആൻസർ വരിക. ഓപ്ഷൻ ഡി. 2 boys are standing on the opposite ends of a 900 meters long bridge. If they walk towards each other at the same speed of 10 meters per minute and 8 meters per minute respectively, then in how much time will they meet each other? രണ്ട് പേരുണ്ട്, 2 ബോയ്സ് ഉണ്ട്. 2 ബോയ്സും എന്താണ്, ഒരു ബ്രിഡ്ജിൻ്റെ ഓപ്പോസിറ്റ് എൻഡ്സിൽ നിൽക്കുന്നുണ്ട്. ഈ ബ്രിഡ്ജിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 900 മീറ്റർ ആണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് രണ്ടുപേരും ഓപ്പോസിറ്റ്, അതായത് രണ്ടുപേരും ഒരേ ഡയറക്ഷനിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ, അതായത് ഒരാൾ ഇങ്ങോട്ടേക്ക് മറ്റേ ആളും ഇങ്ങോട്ടേക്ക്. അങ്ങനെയാണെങ്കിൽ രണ്ടുപേരും മീറ്റ് ചെയ്യുന്ന ടൈമാണ് ചോദിച്ചിരിക്കുന്നത്. അവർ രണ്ടുപേരുടെ സ്പീഡ് എത്ര തന്നിട്ടുണ്ട്, 10 മീറ്ററും പെർ മിനിറ്റും 8 മീറ്റർ പെർ മിനിറ്റും ആണ്. അങ്ങനെയാണെങ്കിൽ സ്പീഡ് ഈക്വൽ ടു എന്താണെന്ന് അറിയാം, ഡിസ്റ്റൻസ് ബൈ ടൈമാണ്. ഇവിടെ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞ ടൈമാണ്, അതായത് ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്, ആ ബ്രിഡ്ജിൻ്റെ ലെങ്ത്ത് 900 ഡിവൈഡഡ് ബൈ സ്പീഡ്. എങ്ങനെയാണ് എടുക്കുക, റിലേറ്റീവ് സ്പീഡ്. രണ്ടുപേരും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടുപേരുടെ സ്പീഡ് തമ്മിൽ
കൂട്ടുകയാണ് ചെയ്യുക. സമ്മാണ് എടുക്കേണ്ടത്. അപ്പോൾ 10ഉം 8ഉം ആണ്. അപ്പോൾ 18. എത്ര കിട്ടും? 50 മിനിറ്റ്സ്. ഓപ്ഷൻ ബി 15 മിനിറ്റ്സ് എന്നാണ് കിട്ടുക. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി ഏരിയ ഓഫ് ദി റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ if the longest side of a right angled triangle is 17 cm and the height is 15 cm. ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളുടെ ലോങ്ങസ്റ്റ് സൈഡ് എന്ന് പറയുന്നത് ഹൈപ്പോട്ട്ന്യൂസ് ആയിരിക്കും അല്ലേ? ഹൈപ്പോട്ട്ന്യൂസിൻ്റെ ലെങ്ത് എത്ര തന്നിട്ടുണ്ട്? 7 ആണ് തന്നിട്ടുണ്ട്. പിന്നെ എന്താ തന്നിരിക്കുന്നത്? ഹൈറ്റ് എന്ന് പറയുന്നത് 15 സെൻറ്റിമീറ്റർ. 17 തന്നിട്ടുണ്ട്, ഹൈറ്റ് 15 തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ സൈഡ് എത്രയാണ് വരിക? എക്സ്. ഇത് എക്സ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 17 സ്ക്വയർ മൈനസ് 15 സ്ക്വയർ. 289 മൈനസ് 225 എന്ന് കിട്ടും. അതായത് 64. എക്സ് എന്ന് പറയുന്നത് റൂട്ട് 64, അതായത് 8. എക്സ് എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടും? 8 എന്ന് കിട്ടും. ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ഹാഫ് ബി എച്ച് അല്ലേ? ഹാഫ് ഇൻറ്റു ബേസ് 8 ഇൻറ്റു ഹൈറ്റ് 15. 4 ഇൻറ്റു 15 60 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്നാണ് ആൻസർ. ഓപ്ഷൻ സി ആണ് കിട്ടുക. അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് ദി സെല്ലിംഗ് പ്രൈസ് ഓഫ് എ ഫാൻ ഈസ് ₹306 ആൻഡ് ലോസ് പെർസെൻറ്റേജ് ഈസ് 32%, then what is the cost price of the fan? ഇവിടെ സെല്ലിംഗ് പ്രൈസ് എത്രയാണ് തന്നിട്ടുണ്ട്? 306 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ലോസ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 32%. ലോസ് പെർസെൻറ്റേജ് 32% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ്റ്റ് പ്രൈസിൻ്റെ 68% ആയിരിക്കും എന്ത് വരിക? ഈ സെല്ലിംഗ് പ്രൈസ് വരിക. കോസ്റ്റ് പ്രൈസിൻ്റെ 68% സെല്ലിംഗ് പ്രൈസ് വരിക. അങ്ങനെയാണെങ്കിൽ കോസ്റ്റ് പ്രൈസ് അല്ലേ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത്? 306/68 ഇൻറ്റു 100 ചെയ്യാം. 306/68 എന്ന് പറയുന്നത് 4.5 ആണ്. അപ്പോൾ 4.5 ഇൻറ്റു 100 450. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ 11? 11 കൊണ്ട് ഡിവിസിബിൾ ആയിട്ടുള്ള നമ്പർ ഇതിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഒരു നമ്പർ തന്നു കഴിഞ്ഞാൽ ആ നമ്പറിൻ്റെ അൾട്ടർനേറ്റ് ഡിജിറ്റുകൾ തമ്മിൽ കൂട്ടിയിട്ട് അതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് ഒന്നുകിൽ 0 ആയിരിക്കും അല്ലെങ്കിൽ 11ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. ഇവിടെ നമുക്ക് നോക്കാം. 6ഉം 8ഉം കൂടി കൂട്ടിയാൽ 14 കിട്ടും. 5ഉം 9ഉം കൂടി കൂട്ടിയാൽ 14 കിട്ടും. അപ്പോൾ അവിടെ എന്താണ്? 0 ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആൻസർ നമുക്ക് ഓൾറെഡി കിട്ടി. ഓപ്ഷൻ എ ആണ്. ഇനി വേണമെങ്കിൽ നമുക്ക് അടുത്തതും കൂടി ചെയ്ത് നോക്കാം. 9 + 6 എന്ന് പറയുന്നത് എത്രയാണ്? 15 ആണ്. 1 + 4 എന്ന് പറയുന്നത് എത്രയാണ്? 5 ആണ്. ഇത് 11ൻ്റെ മൾട്ടിപ്പിളും അല്ല 0യും അല്ല. അത് അപ്പോൾ ഇതിന് എന്ത് ചെയ്യാൻ പറ്റില്ല? 11നെ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയില്ല. ഇനി 8 + 6ഉം 9 + 2ഉം. 8 + 6 എന്ന് പറയുന്നത് 14 ആണ്. 9 + 2 എന്ന് പറയുന്നത് 11 ആണ്. ഇതും എന്തല്ല? 11നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഇനി 4 + 5 -8 + 7 അല്ലേ? 8 + 7 എന്ന് പറയുന്നത് എത്രയാണ്? 15 മൈനസ് 4 + 5 9 6. ഇത് എന്തല്ല? 11നെ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയില്ല. അപ്പം ഏതാണ്? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ വരിക. ഇത് നമുക്ക് വീണ്ടും ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. ഓപ്ഷൻ എ കറക്റ്റ് ആൻസർ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ അതിൽ കോൺഫിഡൻ്റ് ആണെങ്കിൽ പിന്നെ ഇതൊന്നും ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. സീമ can do a work in 120 days. Anjali can do the same work in 144 days. And Sonia can do the same work in 180 days. If they do that work together and they are paid ₹3,300, then what is the share price of Anjali? ഇവിടെ പറഞ്ഞിരിക്കുന്ന 3 പേരുണ്ട്. 3 സീമ, അഞ്ജലി, സോണിയ. സീമ ഉണ്ട്, അഞ്ജലി ഉണ്ട്, സോണിയ ഉണ്ട്. സീമ ഉണ്ട്, അഞ്ജലി, സോണിയ. ഇവർ 3 പേരും ഒരു വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സീമ 120 ദിവസം എടുക്കും, അഞ്ജലി 144 ദിവസം എടുക്കും,
സോണിയ 180 ദിവസം എടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 3 പേർക്കും കൂടിയുള്ള വർക്കിൻ്റെ തുക കൊടുത്തിരിക്കുന്നത് 3300 ആണെങ്കിൽ അഞ്ജലിയുടെ ഷെയർ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇതിൻ്റെ 3ൻ്റെ LCM എന്ന് പറയുന്നത് 720 ആണ്. 720 എന്ന് പറയുമ്പോൾ 6 × 120 ആണ് 720. 5 × 120 ആണ് 144 ആണ് 720. പിന്നെ എന്താണ് 4 × 180 ആണ് 720. അപ്പം നമുക്ക് ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് എത്രയാണ് 720 എന്ന് കിട്ടും. LCM ഇതിൻ്റെ 3ൻ്റെയും LCM ആണ് എന്ത് ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഓരോരുത്തരുടെയും എഫിഷ്യൻസിയാണ് 6:5:4 എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ 3 പേർക്കും കൂടി 6 + 5 + 4 15 പാർട്സിനാണ് എത്ര പറഞ്ഞിരിക്കുന്നത് 3300 എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ അഞ്ജലിയുടെ ഷെയർ എന്ന് പറയുന്നത് 5 പാർട്സ് അല്ലേ. അപ്പം 3,300/15 × 5 ചെയ്യാം. 1100 ആണ് ആൻസർ കിട്ടുക. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഹയസ്റ്റ് കോമൺ ഫാക്ടർ ഓഫ് 2³ × 3⁵ ആൻഡ് 2⁴ × 3�6? ഇവിടെ നമ്മളോട് HCF ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ ഈ പ്രൈം ഫാക്ടറിൻ്റെ ലോവസ്റ്റ് ഏതാണോ ഓർഡർ വരുന്നത്, ലോവസ്റ്റ് ഓർഡർ ഏതാണ് വരുന്നത് അതാണ് നമ്മൾ ഇവിടെ എഴുതേണ്ടത്. ഇപ്പോൾ 2 ഉണ്ട് 3 ഉണ്ട് പ്രൈം ഫാക്ടേഴ്സ്. ലോവസ്റ്റ് ഓർഡർ ഏതാ വരുന്നത് 3 ഉണ്ട് 4 ഉണ്ട്. അപ്പം 2ൻ്റെത് 3 ആയിരിക്കും. 3യുടേത് എത്രയാണ് ലോവസ്റ്റ് വരുന്നത് 5 ആണ്. അപ്പം 2³ × 3⁵. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ വരിക. അടുത്ത ക്വസ്റ്റ്യൻ, an article is sold for 204 after 2 successive discounts of 40% and 50%. What is the marked price of the article? ഒരു ആർട്ടിക്കിൾ സെല്ലിംഗ് പ്രൈസ് നമുക്ക് എത്ര തന്നിട്ടുണ്ട്? ആർട്ടിക്കിളിൻ്റെ സെല്ലിംഗ് പ്രൈസ് 204 എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. അത് മാർക്കറ്റ് പ്രൈസിൻ്റെ മുകളിൽ എത്ര ശതമാനം ഡിസ്കൗണ്ടിലാണ്? ആദ്യം 40%, പിന്നെ എത്രയാ 50% അല്ലേ, സക്സസീവ് ഡിസ്കൗണ്ട്. അതായത് മാർക്കറ്റ് പ്രൈസിൻ്റെ 40% ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ എത്രയാണ് വരിക? ബാക്കി 60 സെല്ലിംഗ് പ്രൈസിലേക്ക് വരുമ്പം 60 അല്ലേ വരുന്നത്. 100 - 40 60/100 × 50% ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ടുള്ളത് 50 തന്നെ. അപ്പോൾ 50/100 അതാണ് 204 എന്ന് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മാർക്കറ്റ് പ്രൈസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഇവിടെ 20 വരും, 5 പോയി, പിന്നെ എന്താണ് 3 10 20 40 ഡിവൈഡഡ് ബൈ 3 6 3 18 24 8 3 24 680 ആണ് ആൻസർ കിട്ടുക. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ വരിക. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ എ സ്കൂൾ there are total 560 students. The ratio of boys and girls is 13:15. If 40 more boys gets admitted into the school, then what will be the new ratio of boys and girls? ഒരു സ്കൂളുണ്ട്, അതിൽ ടോട്ടൽ 560 സ്റ്റുഡൻസ് ഉണ്ട്. അതിൽ ബോയ്സിൻ്റെയും ഗേൾസിൻ്റെയും റേഷ്യോ എന്ന് പറയുന്നത് എത്രയാണ്? 13:15 ആണ്. 40 ബോയ്സും കൂടി അതിലേക്ക് ആഡ് ചെയ്യാണ്, അഡ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ എന്താണ് ന്യൂ റേഷ്യോ? ബോയ്സിൻ്റെയും ഗേൾസിൻ്റെയും തമ്മിലുള്ള ന്യൂ റേഷ്യോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ബോയ്സിൻ്റെ എണ്ണം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 13 ആണ് റേഷ്യോയിൽ വരുന്നത്. 13 ടോട്ടൽ എന്ന് പറയുന്നത് 28 അല്ലേ. 13 + 15 28 × 560 ചെയ്യാം. ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 260 എന്ന് കിട്ടും. 260 ബോയ്സ് ആണ് ആ സ്കൂളിലുള്ളത്. അങ്ങനെയാണെങ്കിൽ ഗേൾസ് എത്രയായിരിക്കും? 560 - 260 300 അല്ലേ. ഇപ്പം ബോയ്സ് 40 പേരും കൂടി ആഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ 216നോട് 40 കൂടി ആഡ് ചെയ്താൽ എത്ര വരും?
300 വരും. അങ്ങനെയാണെങ്കിൽ ന്യൂ റേഷ്യോ ഓഫ് ബോയ്സ് ആൻഡ് ഗേൾസ് എന്ന് പറയുന്നത് എത്രയാണ്? 300:300, 1:1. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ വരിക. അടുത്ത ക്വസ്റ്റ്യൻ. ദി ആവറേജ് വെയ്റ്റ് ഓഫ് T, U and V is 42 kg. If the average weight of T and U is 40 kg and the average weight of U and V is 36 kg, then what is the weight of U എന്നാണ് ചോദിച്ചിരിക്കുന്നത്. T plus U plus Vയുടെ ആവറേജ് വെയിറ്റ് ആണ് 42. അപ്പോൾ ടോട്ടൽ വെയിറ്റ് എന്ന് പറയുന്നത് 42 × 3 ചെയ്യാം. എത്ര കിട്ടുക? 6, 4, 126 കിട്ടും. പിന്നീട് തന്നിരിക്കുന്നത് ടി പ്ലസ് യുടെ ആവറേജ് വെയിറ്റ് എന്ന് പറയുന്നത് 40 ആണ്. അപ്പോൾ 40 × 2 ആണ് വരിക. 2 പേരല്ല ഉള്ളത്. ടി പ്ലസ് യു ബൈ 2 ആണ് 40 എന്ന് പറയുന്നത്. അപ്പോൾ ടി പ്ലസ് യു എന്ന് പറയുന്നത് 40 × 2 80 കിട്ടും. ഇനി എന്താണ്? യു പ്ലസ് വി എത്രയാണ് തന്നിട്ടുണ്ട്? 36 × 2. 36 × 2 എന്ന് പറയുന്നത് 72. അങ്ങനെയാണെങ്കിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? യുടെ വെയിറ്റ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ടി പ്ലസ് യു പ്ലസ് യു പ്ലസ് വി എന്ന് പറയുന്നത് എത്രയാ? ടി പ്ലസ് യു പ്ലസ് യു പ്ലസ് വി എന്ന് പറയുന്നത് 80 + 72 അല്ലേ? 152. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ ടി പ്ലസ് യു പ്ലസ് വി എന്ന് പറയുന്നത് 126 തന്നിട്ടുണ്ട് അല്ലേ? ടി പ്ലസ് യു പ്ലസ് വി എന്ന് പറയുന്നത് 126 തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു യു അല്ലേ ബാക്കിയുള്ളൂ. അപ്പോൾ ആ യു എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? യു ഇസ് ഈക്വൽ ടു 152 മൈനസ് ടി പ്ലസ് യു പ്ലസ് വി എന്ന് പറയുന്നത് 126 ആണ്. 26 kg ആണ് ആൻസർ വരിക. ഓപ്ഷൻ സി. അടുത്ത ക്വസ്റ്റ്യൻ. ഇഫ് പി മൈനസ് ക്യൂ ഇസ് ഈക്വൽ ടു 9 ആൻഡ് പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ ഇസ് ഈക്വൽ ടു 127, ഫൈൻഡ് ദ വാല്യൂ ഓഫ് പി ക്യൂ. ഇവിടെ നമുക്ക് ഒരു ഇക്വേഷൻ അറിയാം. പി മൈനസ് ക്യൂ എ മൈനസ് ബി ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു, ആ ഇക്വേഷനാണ് ഇവിടെ കൊടുക്കേണ്ടത്. പി മൈനസ് ക്യൂ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ മൈനസ് 2pq. പി മൈനസ് ക്യൂ എന്ന് പറയുന്നത് എത്ര തന്നിട്ടുണ്ട്? 9 തന്നിട്ടുണ്ട്. 9 സ്ക്വയർ ഇസ് ഈക്വൽ ടു പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ എന്ന് പറയുന്നത് 127 മൈനസ് 2pq എന്നാണ് വരിക. അപ്പം 2pqനെ ഇപ്പുറത്തേക്ക് എടുക്കുക. അപ്പം എത്ര വരും? 2pq ഇസ് ഈക്വൽ ടു 127. ഈ 9 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 81 ആണ്. 81 ഈ സൈഡിലേക്ക് പോവും. അങ്ങനെയാണെങ്കിൽ 6, 12 മൈനസ് 8 എന്ന് പറയുന്നത് 4, 46. പി ക്യൂ എന്ന് പറയുന്നത് എത്രയാണ് വരിക? 46/2. 46/2 എന്ന് പറയുന്നത് 23. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. ദി സിമ്പിൾ ഇൻട്രസ്റ്റ് ഓൺ എ സെർട്ടൈൻ സം ഓഫ് മണി ഈസ് 2275 at 13% per annum in 5 years. Find the sum of money. ഇവിടെ നമുക്ക് സിമ്പിൾ ഇൻട്രസ്റ്റ് കാണാനുള്ള ഇക്വേഷൻ അറിയാം. PNR/100. ഇവിടെ പറഞ്ഞിരിക്കുന്നത് സിമ്പിൾ ഇൻട്രസ്റ്റ് എത്രയാണെന്ന് തന്നിട്ടുണ്ട്? 2275 തന്നിട്ടുണ്ട്. പി ആണ് കണ്ടുപിടിക്കേണ്ടത്. സം ഓഫ് മണി അല്ലെങ്കിൽ പ്രിൻസിപ്പൽ എമൗണ്ട് ആണ് കണ്ടുപിടിക്കേണ്ടത്. എൻ എന്ന് പറയുന്നത് എത്ര ഇയർ ആണ്? 5 ഇയർ. ആർ എന്ന് പറയുന്നത് 13%. 13/100. $22.75 ഇൻറ്റു 20/13. ഒരു 13 175 ഇൻറ്റു 20 എന്നാണ് കിട്ടുക. ആൻസർ 3500 എന്ന് കിട്ടും. 175 ഇൻറ്റു 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 350. 3500.